കേരളത്തിലുടനീളമുണ്ടായി, പക്ഷെ അദ്ദേഹത്തിന് സ്വന്തം നാട്ടിലും ഉണ്ടായി. ഇത് തിരിച്ചറിയാതെ പോയ ഒറ്റ നേതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് അദ്ദേഹമായിരുന്നു. കെ.സി. വേണുഗോപാലിന്റെ വാർത്താ സമ്മേളനത്തിലെ മറ്റൊരു ജയം കൂടി കോൺഗ്രസിന്. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ വിജയിച്ചു. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യറിന്റെ ജയം ഒരുപക്ഷെ അത് അത്ഭുതപ്പെടുത്തും കേരള രാഷ്ട്രീയത്തെ പോലും. എന്താണ് തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ വിജയിച്ചിരിക്കുന്നു. തീർച്ചയായും കോൺഗ്രസിലേക്ക് എത്തിയ 26,137 വോട്ടിന് കഴിഞ്ഞ തവണ എം രാജഗോപാലൻ ജയിച്ച മണ്ഡലത്തിൽ കൊണ്ടിട്ടത് ആത്മഹത്യാപരമാണ്. അതെ അതെ, അതായത് എവിടെ അക്കോമഡേറ്റ് ചെയ്യും സന്ദീപിനെ എന്നതായിരുന്നു സംശയം. ഏറ്റവും അവസാനം ഗതികെട്ട എന്ന് പറയാവുന്ന തരത്തിൽ 26,137 വോട്ടിനാണ് കഴിഞ്ഞ തവണ അവിടെ എം രാജഗോപാലൻ തൃക്കരിപ്പൂർ എന്ന ഇടത് കോട്ടയിൽ ജയിച്ചത്. ഈ ഫലം കേട്ട് ഏറ്റവും കൂടുതൽ ഞെട്ടിയതാരായിരിക്കും എന്നറിയാമോ? രാഹുൽ സന്ദീപ് ആയിരിക്കും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഫൈസൽ ബാബു വിജയിച്ചു. ലീഗിന്റെ ജയങ്ങൾ അത് തുടരുന്നു. വീണ്ടും മറ്റൊരു ഒരു നേട്ടം കൂടി ലീഗിന് കോഴിക്കോട് സൗത്തിൽ. തീർച്ചയായും കോഴിക്കോട് സൗത്തിൽ ലീഗ് മത്സരിച്ച 23 സീറ്റുകളിലും വിജയമാണ്. 25-23 സീറ്റിലും ലീഗ് ജയിക്കുന്നു. അങ്ങനെ UDF മന്ത്രിസഭയിൽ ഇനി 5, 6, 7 മന്ത്രിമാരെ ചോദിക്കാനുള്ള എണ്ണത്തിലേക്ക് ലീഗ് എത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മുരളീധരന്റെ വിജയം വളരെ നിർണായകമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. സന്ദീപ് വാര്യർ ജയിച്ചത് അഭിലാഷ് പറഞ്ഞതുപോലെ ഞെട്ടി. അതായത് സന്ദീപ് വാര്യർ മത്സരരംഗത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞത് കോൺഗ്രസിനെ ഇത്രമേൽ കടന്നാക്രമിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ഗാന്ധി വധത്തെ പോലും ഒക്കെ ചർച്ചയിൽ വീണ ജോർജ് ആരോഗ്യമന്ത്രി തോറ്റു, അബിൻ വർക്കി ജയിച്ചു. അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിലൂടെ എത്തി. എന്റെ സ്വന്തം കൂട്ടുകാരനാണ്, നാട്ടുകാരനാണ്, അനിയനാണ്. 17,000-ൽ പരം വോട്ടുകൾക്കാണ് എൽദോ അബിൻ വർക്കി ജയിച്ചത്. അങ്ങനെ 17,000-ന് മുകളിൽ വോട്ടുകൾക്ക് ജയിക്കുകയാണ്. ഗംഭീര വിജയമാണ് കേട്ടോ. അബിന് വേണ്ടി കനകോലുവിനേക്കാൾ കൂടുതൽ തന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തത് എൽദോയായിരുന്നു. ആ തന്ത്രങ്ങൾ വിജയിച്ചിരിക്കുന്നു എൽദോ. അതായത് കപ്പൽ മുക്കി എൽദോ കൂടി ചേർന്നുകൊണ്ടാണ് ആറന്മുളയിലെ ആ കപ്പൽ മുക്കിയത് എന്നതിൽ ഒരു തർക്കവുമില്ല. വീണ ചേച്ചി മന്ത്രിയായിരിക്കും മുമ്പ് വീണ ചേച്ചി ഞാൻ ഒരേ ദിവസം ഒരേ സ്ഥാപനത്തിൽ ജോലി വളരെ സൗഹൃദം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് ഞാൻ വീണ ജോർജ് തമ്മില്. പക്ഷേ അതിനേക്കാൾ ഉപരി ഞാൻ സ്കൂൾ ബാഗ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അബിൻ വർക്കിയുടേത്. ഞങ്ങൾ ഒരുമിച്ച് KSRTC തൂങ്ങി നിൽക്കുമ്പോൾ ഇവരെ വട്ടം പിടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് അബിൻ വർക്കിയോട് എന്താണെങ്കിലും ആ കപ്പൽ മുങ്ങിയിരിക്കുന്നു. ക്യാപ്റ്റൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും വെള്ളത്തിലാണ് നിരവധിയായ നേതാക്കൾ. അവർ നീന്തി കരകയറുവാനുള്ള ശ്രമമാണ്. വീണ ജോർജ് അതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ആ കപ്പൽ മുങ്ങിയപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടം സംഭവിച്ചത് വീണ ജോർജിന് തന്നെയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ആ യാഥാർത്ഥ്യം എന്തായാലും ഒരു ക്യാപ്റ്റൻ ഉണ്ടായെങ്കിലും കപ്പൽ മുങ്ങും എന്നൊരു യാഥാർത്ഥ്യം ഇപ്പോഴെങ്കിലും 50,000-ന് മുകളിൽ വോട്ടിന് ജയിച്ച 2 പേർ കൂടി നമ്മുടെ കേരള നിയമസഭയിലുണ്ട്. അതിലൊന്ന് ഉമാ തോമസ് ആണ്. രണ്ടാമത്തത് ചാണ്ടി ഉമ്മനും ഉമാ തോമസും 50,000-ന് മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണ്. ഇപ്പോൾ കൊട്ടാരക്കരയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. KN ബാലഗോപാൽ വീണ്ടും മുന്നിൽ കയറിയിരിക്കുന്നു. 905 വോട്ടിനാണ് ഇപ്പോൾ KN ബാലഗോപാൽ. ഒരുപക്ഷെ അവസാന ലാപ്പിലേക്ക് ഫോട്ടോ ഫിനിഷിലേക്ക് പോകുമ്പോൾ കൊട്ടാരക്കര ആരെ തുണയ്ക്കുമെന്നത് അറിയില്ല. രഞ്ജിത്ത് ഇതിന്റെ തുടക്കം മുതൽ സൂചിപ്പിക്കുന്നുണ്ട്, പ്രതിപക്ഷ നേതാവാകാൻ നല്ലൊരു നേതാവ് വേണം, അങ്ങനെ കുറച്ചുപേരെങ്കിലും വിജയിച്ചു വരണമെന്ന്. ആ പട്ടികയിൽ KN ബാലഗോപാൽ ഉണ്ടാകുമോ എന്നതിൽ ഇപ്പോഴും ഉറപ്പൊന്നുമില്ല. 905 വോട്ടുകൾക്കാണ്. എന്തായാലും പി രാജീവ് അവിടേക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന് നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ CP ജോണിന്റെ ഭൂരിപക്ഷം ഏതാണ്ട് 9,000-ഓളമാണ് കേട്ടോ. നല്ല ഭൂരിപക്ഷത്തിൽ CP ജോൺ ഇടയ്ക്കൊന്ന് പതറിയിരുന്നു, ഒന്ന് പിന്നോട്ട് പോയിരുന്നു. പക്ഷേ CP ജോൺ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ അവിടെ വിജയിച്ചു എന്നുള്ള വാർത്ത കൂടി. ഫാത്തിമ തഹലിയ ജയിച്ചു. എന്തായാലും അങ്ങനെ വലിയ വിമർശനങ്ങൾ നേരിട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലടക്കം നേരിട്ട ഫാത്തിമ തഹ്ലിയ, മാണി സി കാപ്പൻ 2991 വോട്ടിനാണ്. പാലായിൽ ഒരിക്കൽ കൂടി മാണി സി കാപ്പൻ വിജയിച്ചു കയറുന്നു. ഇനിയൊരു അവസരം ജോസ് കെ മാണിക്ക് നൽകില്ല എന്ന് ഉറപ്പിക്കുന്നു മാണി സി കാപ്പൻ എന്നതാണ് മിന്നുന്ന ജയം. ഒരുപക്ഷെ അടുത്ത മന്ത്രിസഭയിൽ ഇടം നൽകേണ്ടതായി വരുമോ എന്നത് അറിയില്ല. അത്തരത്തിലൊരു വിജയമാണ് മാണി സി കാപ്പൻ്റേത്. കാരണം പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് അമ്പേ പരാജയപ്പെട്ടു. ഒരിടത്ത് പോലും പ്രകടനം മെച്ചപ്പെടുത്താൻ കേരള കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അവരുടെ മന്ത്രിമാർ റോഷി അഗസ്റ്റിൻ അടക്കം പരാജയം. അതെ, ചെയർമാനെ മൂന്നാമത് തോറ്റു. പാർട്ടി ചെയർമാൻ തോറ്റു. അദ്ദേഹത്തിന് MP ആയിട്ടിരിക്കാം അല്ലെ, 2030 വരെ MP സ്ഥാനമുണ്ട്. MP ആയിട്ടിരിക്കാം. ഒരു കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനം. ഒരു കാലഘട്ടത്തിൽ പാല എന്നാൽ മാണി ആയിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയുള്ള സ്ഥലത്താണ് ആ മാണിയിൽ നിന്നൊരു
ഒരു ചെറിയ മാറ്റം വന്നു. ഇവിടെ KM മാണി എന്നതായിരുന്നു ഒരു കാലഘട്ടത്തിൽ പാലായെങ്കിൽ ഇപ്പോൾ മറ്റൊരു മാണിയാണ്, അത് മാണി സി കാപ്പനാണ്. ആ രീതിയിലാണ്. പക്ഷെ പാലക്കാരൻ മാണിയെ കൈവിടുന്നില്ല എന്നതാണ് നമുക്ക് ലീഗിന് ആദ്യത്തെ വനിതാ MLA കൂടി സംസ്ഥാനത്ത് കിട്ടുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. വാസവൻ തോറ്റു എന്ന വാർത്ത വളരെ പ്രധാനമാണ്. അതായത് VN വാസവൻ, ദേവസ്വം മന്ത്രി ദിവ്യൻ വാസവൻ തോൽക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് കോട്ടയത്ത് നിന്ന് വരുന്നുണ്ട്. കോട്ടയത്തെ നിഷേധിച്ച CPM നേതാവ് VN വാസവൻ തോറ്റു. ഏറ്റുമാനൂരിൽ VN വാസവൻ തോറ്റു. അവിടെ നാട്ടകം സ്വദേശിത 19,752 വോട്ടുകൾക്ക് ജയിച്ചു. ഏറ്റുമാനൂരിൽ VN വാസവൻ അടിതട്ടി വലിയൊരു മരം, മറ്റൊരു വൻമരം കൂടി വീണു. കായംകുളത്ത് M ലിജു 15,000 കടന്നു ഭൂരിപക്ഷം. കായംകുളത്ത് യു പ്രതിഭയ്ക്കെതിരെ M ലിജുവിന്റെ ഭൂരിപക്ഷം 15,000 കടന്നു. വിജയിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് പാറശാലയിൽ ആശ്വാസമുണ്ട് കേട്ടോ. CK ഹരീന്ദ്രൻ അവിടെ 13,047 വോട്ടുകൾ ജയിച്ചിട്ടുണ്ട്. വ്യക്തിമുഖവും MLA നിലയിലുള്ള അതിന്റെ പ്രവർത്തനമൊക്കെ അദ്ദേഹത്തെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പാറശാലയിൽ CK രവീന്ദ്രന്റെ വിജയം മികച്ച വിജയമാണ്. വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ, കാരണം 13,000-ഓളം വോട്ടുകളാണ്. അതായത് ഇടത് നേതാക്കളും ഇടത് വൻമരങ്ങളും ഒക്കെ പിഴുതെറിയപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ആണ് ഈ 13,000 എന്ന ലീഡ്. അത് തീർച്ചയായും മറ്റൊരു മിനിസ്റ്റർ കൂടി പരാജയപ്പെടുകയാണ്. ഒരു മിനിസ്റ്റർ കൂടി ഓർക്കേളു പരാജയപ്പെട്ടു. മാനന്തവാടിയിൽ വിജയം സ്വന്തമാക്കിയാണ്. മാനന്തവാടിയിൽ സാധ്യമല്ല. M ലിജു ജയിച്ചു. 15,060 വോട്ടുകൾക്ക് ജയിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമുണ്ട്. അബിൻ വർക്കിക്കൊപ്പം യുവനേതാവായ M ലിജുവും ഒപ്പം PC വിഷ്ണുനാഥും ഇപ്പോൾ കരുതാപ്പള്ളിയിൽ CR മഹേഷും കോൺഗ്രസ് പ്രതിനിധികളായി നിയമസഭയിലേക്ക് പോവുകയാണ്. അബിൻ വർക്കി ജയിച്ചു, M ലിജു ജയിച്ചു, PC വിഷ്ണുനാഥ് ജയിച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.